മനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ആ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമും അതേപോലെ തന്നെ സുന്നത്തും അക്കാര്യത്തിൽ തൗഹീദിനും സുന്നത്തിനും പിടിപാടും കൊടുത്ത മുജദ്ദിദുകളെ തെരഞ്ഞെടുത്തില്ലേ ഭൂലോകത്ത്? ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അമവി കുടുംബം തൗഹീദിൽ നിന്ന് വ്യതിചലിച്ച് തരീഖത്തുകളും സൂഫി ശൈഖുകളെയും ഉണ്ടാക്കി ലാ ഇലാഹ ഇല്ലല്ലയെ അപകടപ്പെടുത്താൻ വേണ്ടി തയ്യാറായപ്പോഴല്ലേ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല തൗഹീദും സുന്നത്തുമായി രംഗത്ത് വന്നത്? ഭൂലോകത്ത് ആദ്യമുണ്ടായ തരീഖത്ത് അലി തരീഖത്തായിരുന്നില്ലേ? അബ്ദുല്ലാഹ് ബിൻ സബ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ തരീഖത്ത് ഉണ്ടാക്കിയില്ലേ? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് തങ്ങളോട് വെറുപ്പും അറപ്പുമുള്ള ഒരു സമൂഹം ഉണ്ടായിരുന്നില്ല കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ? അവരുടെ പാരമ്പര്യക്കാരല്ലേ റസൂലുള്ളാഹി തങ്ങളുടെ മരണത്തെ ആഘോഷമാക്കുന്നത്? ഇപ്പോഴും അന്ന് റസൂലുള്ളാഹി തങ്ങൾ നബിയായതിൽ പോലും അമർഷം പ്രാപിച്ച മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അലിയാണ് നബിയാവേണ്ടത്. അലിയിനെ ഫാത്തിമാക്ക് പുതിയാപ്പിളയൊക്കെ എടുത്തിട്ട് നുബുവത്ത് തട്ടിയെടുത്തതാണ് മുഹമ്മദ്. അതുകൊണ്ട് മുഹമ്മദ് കള്ളപ്രവാചകനാണെന്ന് പറഞ്ഞത് ഇവിടുത്തെ ജൂതന്മാരല്ല, ഇവിടുത്തെ ക്രിസ്ത്യാനികളും അല്ല, ഫാസിസ്റ്റുകളും അല്ല, ആര്യന്മാരും ദ്രാവിഡന്മാരും അല്ല. ഈ ഉമ്മത്തിലെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച മുസ്ലിമീങ്ങളാ. അഷ്റഫുൽ ഖൽഖ് വഫാത്തായിട്ട് 8 കാലമൊന്നും ആയിട്ടില്ല സമൂഹം വരാൻ. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് നബിയാ റസൂലാ വേണ്ടത് അലിയാണെന്നും പറഞ്ഞ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന അലിയൻ റസൂലുള്ളാഹ് എന്ന് പറയുന്ന സമൂഹം അവരുണ്ടായിട്ടില്ലേ ലോകത്ത്? അവരല്ലേ റബീഉൽ അവ്വൽ 12 ആഘോഷമാക്കി മാറ്റിയത്? അഷ്റഫുൽ ഖൽഖ് വഫാത്തായ ദിവസം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച മൂട്ടായി വിതരണം കൊടുക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയത് മുഹമ്മദ് നബിന്റെ ശത്രുക്കളായിരുന്നില്ലേ? ആ ശത്രുത ഇവിടെ ഏറ്റെടുത്തത് ആരാണ് കൂട്ടരെ? റബീഉൽ അവ്വൽ 12 ആഘോഷത്തിന്റെ ദിവസമാക്കിയത് ജൂതനായിരുന്നില്ലേ? ഹബീബ് വഫാത്തായ സന്തോഷം പ്രകടിപ്പിക്കുകയായിരുന്നില്ലേ അന്ന് ജൂതൻ? മുളഫർ രാജാവിനെ കൊണ്ട് റബീഉൽ അവ്വൽ ആഘോഷത്തിന്റെ മാസമാക്കിയത് അഷ്റഫുൽ ഖൽഖ് വഫാത്തായത് ആഘോഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ? റസൂലുള്ളാഹി തങ്ങളല്ല അലിയാണ് നബിയാവേണ്ടത് എന്ന് വിശ്വസിക്കുന്നവരായിരുന്നില്ലേ ഇതിന്റെ പിറകിൽ? അതേപോലെ തന്നെ മുഹമ്മദ് നബിയാണെങ്കിലും മുഹമ്മദ് നബിന്റെ നൂബത്തെ താങ്ങി നിർത്തുന്നത് അലിയാണെന്ന് വിശ്വസിക്കുന്നവരായിരുന്നില്ലേ അവർ? ഇപ്പോഴും അവര് ബാങ്ക് കൊടുക്കുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി വഅഷ്ഹദു അന്ന അലിയ്യൻ വലിയുള്ളാഹി എന്ന് പറഞ്ഞിട്ടല്ലേ ബാങ്ക് പൂർത്തിയാക്കുള്ളൂ. ആ രീതിയിൽ മുഹമ്മദ് നബിയോട് അറപ്പും വെറുപ്പും വെച്ച് പുലർത്തിയ ഇസ്ലാമിന്റെ പൂർവികന്മാരായ അപകടകാരികളായ ശത്രുക്കൾ, ഇസ്ലാമിന്റെ ഉള്ളകത്തുള്ള ശത്രുക്കൾ, അവരല്ലേ റബീഉൽ അവ്വൽ ആഘോഷത്തിന്റെ മാസമാക്കിയത്? അഷ്റഫുൽ ഖൽഖ് വഫാത്തായത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണെന്ന കാര്യത്തിൽ ഭൂമിയിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇവിടുത്തെ ഷിയാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇവിടുത്തെ സലഫികൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഷീഈ ഗ്രൂപ്പിലെ കേരള ഘടകങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? സലഫി ഗ്രൂപ്പിലെ കേരള ഘടകങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? എല്ലാവരും ഐക്യകണ്ഠേന തീരുമാനിച്ച വിഷയമല്ലേ, അംഗീകരിച്ച വിഷയമല്ലേ റബീഉൽ അവ്വൽ 12 വഫാത്തായത് എന്ന്? അതേസമയത്ത് റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ എന്ന കാര്യത്തിൽ സംശയമില്ലേ? റജബ് മാസത്തിലാണ് നബി തങ്ങൾ ജനിച്ചത് എന്ന അഭിപ്രായമില്ലേ? അബൂലൈദ് സമർഖന്ദി അദ്ദേഹത്തിന്റെ തംബീഉൽ ഗാഫിലീനിൽ മുഹറം 10ന്റെ പോരിശ പറയുന്ന കൂട്ടത്തിൽ 10ാമത്തെ പോരിശയായിട്ട് പറഞ്ഞത് ഫീഹി ഉലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നല്ലേ? മുഹമ്മദ് നബി ജനിച്ചത് മുഹറം 10നാണെന്ന അഭിപ്രായമില്ലേ? റജബിലാണെന്ന അഭിപ്രായമില്ലേ? റമദാനിലാണെന്ന അഭിപ്രായമില്ലേ? ദീനുൽ ഇസ്ലാം അഷ്റഫുൽ ഖൽഖിന്റെ ജന്മദിനം ഇസ്ലാമിന്റെ ഭാഗമല്ലാത്തത് കൊണ്ടല്ലേ ഇമാമിങ്ങൾ ചർച്ച ചെയ്യാതെ വിട്ടത്? അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം. അതേ അവസരത്തിൽ അഷ്റഫുൽ ഖൽഖ് വഫാത്തായത് റബീഉൽ അവ്വൽ 12 എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയം? എന്നിട്ടും മഹല്ല് ജമാഅത്തുകൾ റബീഉൽ അവ്വൽ 12 ആഘോഷമാക്കിയതിന്റെ അർത്ഥം മഹല്ല് ജമാഅത്ത് ശീഇയ്യത്തിന്റെ ഭാഗമാണ് എന്നതിന്റെ തെളിവല്ലേ? അല്ലെങ്കിൽ പിന്നെന്താണ്? റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കാനല്ലേ റബീഉൽ അവ്വൽ 12 ആഘോഷമായത്? ബിരിയാണി ചെമ്പ് റോട്ടിൽ വെച്ചിട്ടും, അതേപോലെ തന്നെ ഉണ്ണി യേശുവിന് പകരം ഉണ്ണി മുഹമ്മദും, അതേപോലെ തന്നെ ഈ ക്രിസ്തുമസ് ട്രീക്ക് പകരം നബിദിന ട്രീയും, അതേപോലെ തന്നെ ക്രിസ്തുമസ് കേക്കിന് പകരം നബിദിന കേക്കും, ഇതൊക്കെ ഉണ്ടാക്കാൻ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത് ആരായിരുന്നു? ഇസ്ലാമിന്റെ ശത്രുക്കളായിരുന്നില്ലേ? എങ്ങനെ സാധിച്ചു കൂട്ടരെ നിങ്ങൾക്ക് അഷ്റഫുൽ ഖൽഖിന്റെ സഹാബാക്കൾ കരഞ്ഞ ദിവസം ചിരിക്കാൻ? റബീഉൽ അവ്വൽ 12 അഷ്റഫുൽ ഖൽഖിന്റെ സഹാബാക്കൾ വാവിട്ട് കരയുകയായിരുന്നില്ലേ? അന്ന് ഫാത്തിമ ബോധം കെട്ട് വീണ ദിവസമല്ലേ? അന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അബോധാവസ്ഥയിൽ കിടന്ന ദിവസമല്ലേ? ഉമർ റളിയല്ലാഹു തആല അൻഹു ഒന്നും തിരിയാണ്ട് കിടന്ന ദിവസമായിരുന്നില്ലേ അന്നത്തെ ദിവസം? ആ ദിവസം എങ്ങനെയാണ് നിങ്ങൾക്ക് ആഘോഷമാക്കാൻ കഴിഞ്ഞത്? ആ ദിവസം എങ്ങനെയാണ് നിങ്ങൾക്ക് ബിരിയാണി വെച്ച് സന്തോഷിക്കാൻ കഴിഞ്ഞത്? ആ ദിവസം നിങ്ങൾക്ക് എങ്ങനെയാണ് ജാഥകൾ നടത്തിയിട്ട് മുട്ടായി വിതരണം നടത്താൻ കഴിഞ്ഞത്? നിങ്ങൾ അഷ്റഫുൽ ഖൽഖിന്റെ ശത്രുവാണ് എന്നാണ് 1ാം നമ്പർ തെളിവല്ലേ? പക്ഷെ നിങ്ങൾക്കത് തിരിഞ്ഞിട്ടില്ലായിരിക്കാം. അതാണ് സമ്മതിക്കുന്നു. ജൂതൻ ഇവിടുത്തെ ഷിയാക്കളെ കൊണ്ട് കളിക്കുന്ന കളി നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലായിരിക്കാം. കാരണം തലപ്പത്തിരിക്കുന്നവർ നബിതങ്ങളോടുള്ള ഹുബ്ബും മഹബത്തും പറഞ്ഞിട്ടാണ് നിങ്ങളെ വഞ്ചിച്ചിരിക്കുന്നത്. ഇതൊരു വഞ്ചനയാണെന്ന് തിരിച്ചറിയണം എന്റെ സാധാരണക്കാരായ സമൂഹം. ഇതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വഞ്ചനയിൽ അകപ്പെട്ടിരിക്കുകയാണ് റബീഉൽ അവ്വലിന്റെ പേരിൽ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം
റബീഉൽ അവ്വൽ 12 അന്ന് സുബ്ഹി നിസ്കാരം കൃത്യമായി നിർവഹിച്ചു. ളുഹാന്റെ സമയത്താണ് രോഗം കൂടുന്നത്. രോഗം കലശലായി. ഐഷത്തു സിദ്ദീഖാന്റെ വീട്ടിലാണ് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് ഉള്ളത്. ഇടയ്ക്കിടയ്ക്ക് അഷ്റഫുൽ ഖൽഖിന് ബോധം പോകും. ബോധം പോകുന്ന സന്ദർഭത്തിൽ പുതപ്പിട്ട് തലയടക്കം മൂടിക്കിടക്കും. ബോധം തിരിച്ചു വരുമ്പോൾ തലയിൽ നിന്ന് പുതപ്പ് പുറത്തേക്കെടുക്കും. ആ സമയത്തെല്ലാം അഷ്റഫുൽ ഖൽഖ് വഫാത്തിന്റെ നേർരേഖകൾ നോക്കിക്കാണുന്ന സന്ദർഭത്തിലും കൂടി ഉമ്മത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട്. അത് വളരെ ഗൗരവത്തോടെ മുസ്ലിം ഉമ്മത്ത് സ്വീകരിക്കണം. എന്താണ് ആ വാക്ക്? ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്. വഫാത്തിന്റെ നിള് മലക്കുൽ മൗത്ത് റൂഹിനെ പിടിക്കുമ്പോഴും അഷ്റഫുൽ ഖൽഖിന് ഒറ്റൊരാകുലതയുള്ളൂ. ആ ആകുലത എന്താണ്? മുസ്ലിം ഉമ്മത്ത് ജാറത്തിലേക്ക് പോകുന്നവരായി പോകുമോ എന്ന ആകുലത. ആ ആകുലത അഷ്റഫുൽ ഖൽഖ് വേദനയോടെ പ്രകടിപ്പിച്ചു. ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ. അഷ്റഫുൽ ഖൽഖ് വഫാത്താകുന്നതിന്റെ 5 ദിവസം മുമ്പ് റബീഉൽ അവ്വൽ 7-ാം തീയതി മുതൽ ഇത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ. ജൂതനസാറാക്കളെ അല്ലാഹു തൊലക്കട്ടെ, ജൂതനസാറാക്കളെ അല്ലാഹു ശപിക്കട്ടെ. എന്താണ് അവർ ചെയ്ത ഏറ്റവും ക്രൂരമായ തെറ്റ്? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം. അവരുടെ അമ്പിയാക്കൾ മരിച്ചാൽ ആ ഖബറുകളെ അവരാക്കും മസാജിദ്, ആരാധനാ കേന്ദ്രങ്ങളാക്കും. അവരെ അല്ലാഹു ശപിക്കട്ടെ. ഉടൻ തന്നെ ദുആ ചെയ്യുന്ന റസൂല്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ. ഏ അല്ലാഹ്, എന്റെ ഖബർ നീ ഉറുസ് പറമ്പാക്കിയേക്കല്ലേ അല്ലാഹ്. എന്റെ ഖബർ നീ നേർച്ചപ്പറമ്പാക്കിയേക്കല്ലേ അല്ലാഹ്. എന്റെ ഖബർ സമൂഹം പരാതി പറയാൻ ആവർത്തിച്ച് പറയുന്ന കേന്ദ്രമാക്കിയേക്കല്ലേ അല്ലാഹ് എന്ന് ദുആ ചെയ്യുകയും ചെയ്യും. എത്ര കെട്ടുകിടത്ത വികാരമായിരുന്നു അത് ഹബീബിന്റെ വഫാത്തിന്റെ സമയത്തിലെ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഈ ഉമ്മത്തിലെ സമൂഹ നേതൃത്വം എന്ന് പറയുന്ന ഷീഈ മൊല്ലമാരി ഉമ്മത്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്താ? കൃത്യമായി തിരിച്ചറിവുണ്ടാവണം. എന്താണ് ളുഹാന്റെ സമയമായി,